ഹായ്, എല്ലാവർക്കും മഹേഷ് വേളിലേക്ക് സ്വാഗതം. ഞാനൊരു കുട്ടി വ്ളോഗാണ് എടുക്കുന്നത്. ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ടുള്ള എടുത്തതാണ്. എല്ലാവരും ഉറക്കമൊക്കെ ആയിരുന്നു. മോനാണെങ്കിൽ മൂത്ത മോൻ ഉറക്കവേ ഇല്ല. അവൻ്റെ വീടാണ് മഹേശ്വർ. അവനെ നമ്മൾ കിട്ടുമെന്ന് വിളിക്കും. ഇളയാൾ ഉറങ്ങാതിരിപ്പുണ്ട് ഇവിടെ, ആരും ഉറക്കാതായിട്ട്. അവനെ അങ്ങ് നീരാവെന്ന് വിളിക്കും. അപ്പു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അവനെപ്പോഴും ഇങ്ങനെ പുറത്ത് പൊയ്ക്കൊണ്ടിരിക്കണം. അകത്തിരിക്കുന്ന ഇഷ്ടമല്ല, ആരും ഉറക്കത്തുമില്ല. ബാഹുബലിയാണോ? ഇപ്പം ഞങ്ങൾ ഞാനും അവനെയും കൊണ്ട് പുറത്തു പോയി. താഴെ എൻട്രൻസിൻ്റെ അവിടെ പോയിരിക്കും. അപ്പോൾ കുറേ കാറുകളും പുറത്തോട്ട് ആൾക്കാരൊക്കെ കാണാമല്ലോ. പുറത്ത് ഭയങ്കര ചൂടായിട്ടിരിക്കുക. ആ ചൂടും കൊണ്ട് അവിടെ എടുത്തുകൊണ്ടിരിക്കണം ഇവനെ എപ്പോഴും, മോനെ. കുറേ ആൾക്കാരെ കാണാൻ അവർ സംസാരിക്കുന്നതൊക്കെ കേട്ടിരുന്നോളും. കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അതെല്ലാം അലക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ എടുത്ത് വിരിക്കണം. അത് കഴിഞ്ഞ് മോനെ ഉറക്കാനിട്ടു. കുറേ നേരം ഇങ്ങനെ തൊട്ടിനകത്ത് ഇങ്ങനെ ആട്ടിയാലും ഉറങ്ങും. പിന്നെ ഒരു 5 മണി ആയപ്പോഴത്തേക്ക് ചായ വെച്ചു. ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ഇളയ മോൻ വന്നിടയ്ക്ക് ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. പോയിട്ടില്ല. അവനെയും കൊണ്ട് പോകണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ച് അവർ രണ്ടുപേരെയും കുളിപ്പിച്ച് നമ്മളും ഫ്രഷായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇളയ മോൻ ഉറക്കമാണ്. മൂത്ത മോനോട് ഇരിപ്പുണ്ട്, പോകണ്ടെന്ന് പറഞ്ഞിരിപ്പുണ്ട്. അവനിപ്പോഴും ടി വി കണ്ടാൽ മതി. ടി വി അണച്ച് കഴിഞ്ഞാൽ ഉടനെ അവൻ്റെ ടി വി മാറ്റിയിട്ട് ബാക്കിയുള്ളവർ ഇറിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കി ഇറിറ്റേറ്റ് ചെയ്യില്ല പണി. പക്ഷേ നമ്മൾ ടി വി ഓഫാക്കിയിട്ട് വേണം. അവന് ടി വി വേണം, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും. ഇങ്ങനെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും അവൻ്റെ കാർട്ടൂൺ മാറ്റിക്കഴിഞ്ഞാൽ. എല്ലാവരും ഫ്രഷായി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. പിന്നെ രണ്ടുപേരെയും കുളിപ്പിച്ചു. ഹസ്ബൻഡാണെങ്കിൽ ഇളയാളെ റെഡിയാക്കിക്കോളും. അങ്ങനെ അവനെവിടെയും നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ അറിയാൻ പറ്റും പുറത്ത് പോവാന്ന്. ഭയങ്കര ഹാപ്പിയാണ്. അപ്പം മെറ്റയൊക്കെ പോകണമെന്ന് അത്ര ഇഷ്ടമില്ല, എന്നാലും പോകാമെന്ന് പറയും. നമ്മളിവിടെ ഷാർജയിലാണ് താമസിക്കുന്നത്. ജബിലാലിയിൽ അമ്പലത്തിലാണ് പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്. ട്രാഫിക്കാണ്, ഇച്ചിരി താമസം എടുക്കും. ഇവിടെ നിന്ന് ഇപ്പോൾ 6:15 ഇറങ്ങിയിട്ട് അവിടെ ചെന്ന് 7:30 ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇളയൊക്കെ പോയാൽ മതി. അങ്ങനെ എത്താറായാലും കാറ് കയറുമ്പോൾ മൂത്താക്ക എപ്പോഴും എത്താറായാലും ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇളയതിനെ ഇങ്ങനെ പിച്ചുകയും മാന്തുകയും കളിപ്പിച്ചുകൊണ്ടേയിരിക്കും, കരയിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അടങ്ങിയിരിക്കുന്നത് ഇഷ്ടമേ അല്ല അടങ്ങിയിരിക്കുന്നത്. പിന്നെ അമ്പലത്തിനകത്ത് അവിടെ എത്തിയപ്പോൾ അവിടെ നമുക്ക് ക്യാമറ ഒന്നും അലൗഡല്ല. പുറത്തൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും, അകത്തോട്ടൊന്നും കയറ്റത്തില്ല. ജസ്റ്റ് അവിടെയൊക്കെ പോയി ഭയങ്കര ഒത്തിരി തിരക്കായിരുന്നു. ഞായറാഴ്ചയായിരുന്നു. പിന്നെ രാമായണ മാസം ആയതുകൊണ്ടും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇളയാൾ ആദ്യമായിട്ട് കാണുമല്ലേ, അപ്പോൾ ഒത്തിരി തിരക്കായതുകൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ തിരക്കെല്ലാം ഒഴിഞ്ഞു പോയിട്ട്, അല്ലാതെ തന്നെ അമ്പലത്തിലെ മണിയടിയും പ്രാർത്ഥനയും ഒക്കെ കേട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കരയുക, മൂത്തേനെ നോക്കുക, ചിരിക്കുക, ഇത് തന്നെയായിരുന്നു. അവന് ഭയങ്കര പേടിയായിരുന്നു ഇളയതിന്. മൂത്തനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അവന് എന്ത് മണിയടി, എന്ത് ആൾക്കാർ, അവനൊരു പ്രശ്നമേ അല്ല. പിന്നെ ഇതൊക്കെ കണ്ടും അവിടുത്തെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടും അവനിവിടെ എങ്ങനെ നോക്കിയിരുന്നോളും. പിന്നെ അകത്ത് കയറി നമ്മൾ തൊഴുതു, എല്ലാ ഭഗവാന്മാരെയും കണ്ടു. അങ്ങനെ അപ്പു ആദ്യമായിട്ട് അമ്പലത്തിൽ പോയി. പിന്നെ അവിടെ നിന്നൊക്കെ പുറത്തൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. അകത്ത് നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് പ്രസാദം കിട്ടും. 3 പേർക്ക് ഓരോരോ പ്രസാദം കിട്ടി. എല്ലാം മൂത്താളെല്ലാം കളക്ട് ചെയ്ത് കാറിനകത്തിരുന്ന് അവൻ തന്നെ കഴിച്ചു, ആർക്കും കൊടുത്തില്ല. അവനതാണ് ഏറ്റവും ഇഷ്ടം. അവനിത് മാത്രമേ കഴിക്കുകയുള്ളൂ, അല്ലാതെ
വേറെ എങ്ങനത്തെ സ്വീറ്റ്സ് കഴിക്കില്ല. ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ. അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ ചെറിയ വ്ളോഗാണിത്. ഈ സൺഡേ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് മാത്രം. മഹേശ്വർ വേൾഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്നും ഈ വീഡിയോ കാണണം. താങ്ക് യു സോ മച്ച്.